ഹായ്. അങ്ങനെ നമ്മുടെ ഡേ 6-ലെ ഫസ്റ്റ് പാർട്ട്, അതായത് നമ്മുടെ ഫിസിക്സിലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ നമ്മൾ തകർത്തു അടുക്കി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കെമിസ്ട്രിയിലെ ഇക്വിലിബ്രിയം എന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെ നമുക്ക് ഡീൽ ചെയ്യാം. സോ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെ, ഒപ്പം പ്രീവിയസ്ലി എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, വേഗം നമുക്ക് നോക്കാം. സോ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്റർ രണ്ട് സെക്ഷൻ ആയിട്ടാണ്. ആദ്യം നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം, രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് അയോണിക് ഇക്വിലിബ്രിയം. ആദ്യം കെമിക്കൽ ഇക്വിലിബ്രിയത്തിനാണ് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വേഗം ഒന്ന് നോക്കാം. നമുക്കറിയാം, ഏതൊരു റിയാക്ഷനും റിവേഴ്സിബിൾ ആണെങ്കിൽ നമ്മൾ അത് രണ്ട് സെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ഫോർവേഡ് റിയാക്ഷൻ, ഒന്ന് ബാക്ക്വേർഡ് റിയാക്ഷൻ. എപ്പോഴാണോ ഈ ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷൻ സ്പീഡും ഈക്വൽ ആകുന്നത്, ഈ സ്പീഡിനെ നമ്മൾ സാധാരണ റേറ്റ് എന്ന് വിളിക്കും. അപ്പൊ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ എപ്പോഴാണോ ഈക്വൽ ആകുന്നത്, ആ കണ്ടീഷനാണ് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, സപ്പോസ് എ പ്ലസ് ബി ബി റിവേഴ്സിബിളി ഗീവ് സി സി പ്ലസ് ഡി ഡി എന്നാണെങ്കിൽ, ഇങ്ങനെയാണ് നമ്മൾ ജനറൽ ഇക്വേഷൻ എഴുതുന്നതെങ്കിൽ, ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കെ ഇസ് ഈക്വൽ ടു concentration of C raised to C into concentration of D raised to D by concentration of A raised to A into concentration of B raised to B. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc എന്ന് വിളിക്കുന്നത്. അറിയാലോ നിങ്ങൾക്ക്. സോ Kc കാണുന്ന ജനറൽ ഇക്വേഷൻ ആണിത്. ഇവിടെ കുറച്ച് Kcയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് പഠിച്ചു വെക്കാം, വളരെ ഉപകാരപ്രദമായിട്ട് വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ്. സപ്പോസ് എ എന്ന് പറയുന്ന ആള് ബി ആയിട്ട് മാറുമ്പോൾ നമുക്ക് കെ എന്ന് കൊടുത്തു, അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ എന്ന് കൊടുത്തു കഴിഞ്ഞാല്, അപ്പൊ ബി എന്ന ആള് സി എ ആയിട്ട് മാറും. അതായത് ഫോർവേഡിന്റെത് കെ ആണെങ്കിൽ ബാക്ക്വേർഡിന്റെത് 1/k ആയിരിക്കും. കെ ഡാഷ് ഇസ് ഈക്വൽ ടു 1/k ആയിരിക്കും. മറക്കരുത്, ഫോർവേഡിന്റെത് കെ ആണെങ്കിൽ ബാക്ക്വേർഡിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1/k ആയിരിക്കും. കെ എന്നോ കെ സി എന്നോ എങ്ങനെയാണോ നിങ്ങൾക്ക് കൊടുക്കാം. ഇനി അതേസമയം സപ്പോസ് ദർ ഇസ് ഇക്വേഷൻ എ എന്ന് പറയുന്നത് ബി ആയിട്ട് മാറുന്നു, അപ്പോൾ ഉള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ. ഈ ഇക്വേഷനെ ഞാൻ n എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദിസ് ഇക്വേഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ an ഇന്റിജർ n. അങ്ങനെയെങ്കിൽ പുതിയ k ഡാഷ് എന്ന് പറയുന്നത് k റൈസ് ടു n ആയിരിക്കും. ഓക്കെ, പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ആ പഴയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഏത് നമ്പർ ആണോ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്, ആ നമ്പറിനെ നിങ്ങൾ പവർ ആയിട്ട് കൊടുത്താൽ മതി. അപ്പൊ k റൈസ് ടു n ആയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യം വേറൊരു ഇക്വേഷൻ, വേറൊരു കേസിൽ പറയാം. ഇപ്പൊ എ എന്ന് പറയുന്നത് ബി ആയിട്ട് മാറുന്നു, അപ്പോൾ ഉള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1. എന്നിട്ട് ബി പിന്നീട് സി ആയിട്ട് മാറുന്നു, അപ്പോൾ ഉള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K2. അതേപോലെ സി പിന്നീട് ഡി ആയിട്ട് മാറുന്നു, അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K3. അപ്പൊ സോ ഓൺ അങ്ങനെ എഴുതാം നമുക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് മൂന്നെണ്ണത്തിൽ നിർത്താം, എങ്ങനെയാണോ എഴുതാം. അപ്പൊ അങ്ങനെയെങ്കിൽ ഒരാൾ ചോദിക്കണം, അങ്ങനെയെങ്കിൽ എ ഡി ആയിട്ട് മാറുമ്പോൾ, അതായത് മൊത്തത്തിൽ എ മുതൽ ഡി വരെയുള്ള ടോട്ടൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് കെ ഈസ് ഈക്വൽ ടു K1 ഇൻറ്റു K2 ഇൻറ്റു K3. കൂടുതലുണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതി. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോ ഓരോ ഇക്വേഷൻസ് തന്നിട്ട് അതെല്ലാം കൂടെ ക്ലബ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റിയാക്ഷൻസിനകത്തുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് എടുത്താൽ മതി. അപ്പൊ ഇതാണ് നമ്മൾ ജനറൽ ആയിട്ട് കെയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ Kc പോലെ തന്നെ പ്രഷർ ടേംസിൽ നമ്മൾ പറയാം, അതായത് ഗ്യാസ് പോലെയുള്ള ആൾക്കാർക്ക് നമ്മൾ പ്രഷർ ടേംസിൽ പറയും. ഉദാഹരണത്തിന് സപ്പോസ് എ പ്ലസ് ബി ബി റിവേഴ്സിബിളിലേക്ക് സി സി പ്ലസ് ഡി ഡി, ഇങ്ങനെയാണ് ഇക്വേഷൻ കിടക്കുന്നതെങ്കിൽ, ഇവിടെ നമ്മൾ സപ്പോസ് ഇതെല്ലാം ഗ്യാസസ് ആണെന്ന് വിചാരിക്കും, ഇതെല്ലാം ഗ്യാസുകളാണെങ്കിൽ അവിടെ നമ്മൾ എഴുതുന്നതാണ് Kp എന്ന് പറയുന്ന ടേം. കാരണം സി കോൺസെൻട്രേഷൻ ആയിരുന്നു, പി പ്രഷറിനാണ്. സോ ഇവിടെ നമ്മൾ എഴുതുന്ന ഇക്വേഷൻ പി സി റൈസ് ടു സി ഇൻറ്റു പി ഡി റൈസ് ടു ഡി ബൈ പി എ റൈസ് ടു എ ഇൻറ്റു പി ബി റൈസ് ടു ബി. So that is Kp, that is equilibrium constant of for pressure terms ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് Kp. ഈ Kp യും Kc യും തമ്മിൽ ഒരു ഡെറിവേഷൻ ഉണ്ട്, നമ്മൾ തിയറിയിലൊക്കെ സാധാരണ ചെയ്ത് പഠിക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ Kp ആൻഡ് Kc. But derivation വേണ്ട, we need only the relation. ആ റിലേഷൻ ആണ് Kp is equal to Kc into RT raised to delta n. Okay, Kp is equal to Kc into RT raised to delta. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്. ഇതിന് ഡെൽറ്റ എന്നിന്റെ ഒരു കാര്യം ഓർത്തോളണേ, നമ്പർ ഓഫ് ഗ്യാസസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് ഗ്യാസസ് റിയാക്ടന്റ്, അതാണ് ഡെൽറ്റ n കാണുന്ന ഫോർമുല. ഇതിൽ എല്ലാ കുട്ടികളും തെറ്റിക്കുന്ന ഒരു കേസ് ഗ്യാസ് എന്നുള്ള തെറ്റി മറന്നുപോകും. അപ്പൊ ഗ്യാസുകളെ മാത്രമേ നമ്മൾ ഈ കാൽക്കുലേഷൻസ് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഡെൽറ്റ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗ്യാസസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് ഗ്യാസസ് റിയാക്ടന്റ്, അങ്ങനെ വേണം നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ Kp യും Kc ഒക്കെ പരിചയപ്പെട്ടില്ലേ? എങ്കിൽ നമ്മുടെ അടുത്ത ടോപ്പിക് ആണ്
ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പ്രധാനമായിട്ടും 3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഏതൊക്കെയാ 3 ഒന്നെന്ന് പറയുന്നത് ടു ഫൈൻഡ് ദ എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ, എന്ന് പറഞ്ഞാൽ റിയാക്ഷൻസ് തീരാറായോ അതോ തുടങ്ങിയതേ ഉള്ളൂ എന്നറിയാൻ വേണ്ടി. 2 ടു ഫൈൻഡ് ദ ഡയറക്ഷൻ, അതായത് ഫോർവേഡ് ആണോ കൂടുതൽ നടക്കുന്നത് ബാക്ക്വേർഡ് ആണോ കൂടുതൽ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. 3ാമത്തത് ടു കാൽക്കുലേറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് കെയുടെ ഉപയോഗം വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ഉപയോഗം എന്തായിരുന്നു? ഒന്ന് ടു ഫൈൻഡ് ദി എക്സ്റ്റെന്റ്, അതായത് തീരാറായോ ഇല്ലയോ എന്ന് നോക്കൂ. കെയുടെ വാല്യൂ 10⁻³ അതിന് താഴെയോ ആണെങ്കിൽ റിയാക്ഷൻ ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. 10⁻³ 10⁻³ അതായത് 1000 അതിന്റെ ഇടയിലാണ് നമ്മുടെ കെ വാല്യൂ വരുന്നതെങ്കിൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണ്, അതായത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ 10⁻³ കൂടുതലാണെങ്കിൽ റിയാക്ഷൻ ഓൾമോസ്റ്റ് തീരാറായി എന്നാണ്, കാരണം അവിടെ പ്രോഡക്റ്റ് പ്രിഡോമിനന്റ് ആയിരിക്കും. അതേസമയം കെസിയുടെ വാല്യൂ QC, അതായത് റിയാക്ഷൻ കോഷ്യന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാം, സെയിം ഇക്വേഷൻ തന്നെയാണ്, ജസ്റ്റ് ഇവിടെ Q എന്നാക്കി കൊടുക്കുന്നത്. അപ്പൊ ആ QC തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് വെച്ചിട്ടാണ് നമ്മൾ ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ സപ്പോസ് ഒരു റിയാക്ഷൻ ക്യൂസിയും കേസിയും ഈക്വൽ ആണെങ്കിൽ, അതായത് റിയാക്ഷൻ കോഷ്യന്റും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഈക്വൽ ആണെങ്കിൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ ആണ്. അതേസമയം ക്യൂസി ചെറുതും കേസി വലുതുമാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും റിയാക്ഷൻ നടക്കുക. എന്നാൽ ക്യൂസി വലുതും കേസി ചെറുതുമാണെങ്കിൽ റിയാക്ഷൻ ബാക്ക്വേർഡ് സൈഡിലേക്ക് നടക്കാൻ ആണ് ചാൻസ് കൂടുതൽ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ആ റിലേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരാളുടെ കോൺസെൻട്രേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വഴി പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ അത് അങ്ങനെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പൊ ആ വഴി ഇങ്ങനെയാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു വഴിയിൽ കൂടിയാണ്. സപ്പോസ് എ എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ് ബി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ എ എന്ന് പറയുന്നത് തുടക്കത്തിൽ എത്ര ഉണ്ടായിരിക്കും? 1 ഉണ്ട്, അതായത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തുടക്കത്തിൽ ഇത് 0 ആയിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് കുറച്ച് നഷ്ടമായിട്ടായിരിക്കുമല്ലോ ബി ഉണ്ടാകുന്നത്. സോ ഇറ്റ് ബിക്കംസ് 1 - x. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് x ആയിട്ട് മാറി എന്ന് വിചാരിക്കും. ഇത് എല്ലാവർക്കും അറിയാം. അതേസമയം സപ്പോസ് ഇങ്ങനെയാണ് റിയാക്ഷൻ എ ഗീവ്സ് 2b എന്നാണെങ്കിൽ നിങ്ങൾ ഇത് എങ്ങനെ എഴുതണം? ഈ 1 - x നമ്മളുടെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താം. അപ്പൊ ഇവിടെ 1 - x, ഇവിടെ മാത്രം എങ്ങനെ മാറും? ഇവിടെ അത് 2x ആയിട്ട് മാറും. ക്ലിയർ ആയല്ലോ? അതേസമയം 3a ഗീവ്സ് b എന്നായിരുന്നു റിയാക്ഷൻ എങ്കിൽ നമ്മൾ ഇവിടെ 1 - x നമ്മൾ മാറ്റില്ല, അപ്പുറത്ത് നമ്മൾ x/3 എന്നായിരിക്കും കൊടുക്കുക. എന്നാൽ അതേസമയം 3a റിവേഴ്സിബിളി ഗിവ്സ് 2b എന്നായിരുന്നു റിയാക്ഷൻ എങ്കിലും നമ്മൾ 1 - x മാറ്റില്ല, പകരം അപ്പുറത്ത് മാറ്റും. എങ്ങനെ മാറ്റും? 2 വന്നാൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ദാറ്റ് ഈസ് 2x. 3 ഇപ്പുറത്ത് വന്നതുകൊണ്ട് ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 3. സോ ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ഈ ഒരു രീതി ഉപയോഗിച്ച്, ഈ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. അങ്ങനെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഞാൻ ഇതാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാം. പിന്നെ ഈ ചാപ്റ്ററിനകത്ത് വരുന്ന വേറൊരു ടോപ്പിക്കാണ് ലേഷാളെ പ്രിൻസിപ്പിൾ. നമ്മൾ 10ാം ക്ലാസ് തൊട്ടേ പഠിച്ചിട്ടുണ്ട്. അതായത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ നമ്മൾ എന്തെങ്കിലും രീതിയിൽ ആ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും ആ ഇക്വിലിബ്രിയം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ സിസ്റ്റം എന്തെങ്കിലും റീ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തും. നമ്മൾ പ്രഷർ കൂട്ടിയാൽ അത് പ്രഷർ കുറയ്ക്കും, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ അത് ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള വഴി നോക്കും. അപ്പൊ അങ്ങനെ അതില് കോൺസെൻട്രേഷൻ ഇഫക്ട് എങ്ങനെയാ? ഇപ്പൊ റിയാക്ടൻസ് കൂടുതലായിട്ട് നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്നാൽ പ്രോഡക്റ്റും അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഗ്യാസ് സിസ്റ്റത്തിൽ മാത്രമേ പ്രഷറിന് ഇഫക്റ്റ് ഉള്ളൂ. അതെങ്ങനെയായിരുന്നു പ്രഷറിന്റെ ഇഫക്റ്റ്? ഫോർ എക്സാമ്പിൾ 2a എന്ന് പറയുന്നത് b ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. 2a എന്ന് പറയുന്നത് b ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഇതെല്ലാം ഗ്യാസ് ആണെങ്കിൽ ഇഫക്റ്റ് ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് a എന്ന് പറയുന്നത് 2 മോൾ ഉണ്ട്, എന്നാൽ b എത്ര മോൾ ഉണ്ട്? ഒറ്റ മോളല്ലേ ഉള്ളൂ, ഇത് ഒന്നല്ലേ, ജസ്റ്റ് 1 മോളെ അവിടെ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും 2 മോൾ ആണ് ഇവിടെ. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് മോൾസ് കൂടുതലാണ്. അപ്പൊ ഇവിടെ പ്രഷർ കൂട്ടിയാൽ എങ്ങോട്ടാണോ നമ്പർ ഓഫ് മോൾസ് കുറവ് ആ ഡയറക്ഷനിൽ ഫേവർ ചെയ്യും. എങ്ങോട്ടാ നമ്പർ ഓഫ് മോൾസ് കുറവ്? ഇങ്ങോട്ടല്ലയോ, ഫോർവേഡ് അല്ലേ? അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ അത് ഫേവർ ചെയ്യും. അപ്പൊ ഓർത്തിരിക്കുക, പ്രഷറിന്റെ ഇഫക്റ്റ് ആകെ ഗ്യാസ് സിസ്റ്റത്തിൽ മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയാണ് ആ ഇഫക്റ്റ് വരുന്നത്? എങ്ങോട്ടാണോ നമ്പർ ഓഫ് മോൾസ് കുറവ് അങ്ങോട്ട് അത് ഫേവർ ചെയ്യും. അതാണ് പ്രഷർ കൂട്ടിയാലുള്ളത്. അപ്പൊ കുറച്ചാലുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ ഇഫക്ട്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സാധാരണ റിയാക്ഷൻസിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെയാ? എക്സോതെർമിക്കും എൻഡോതെർമിക്കും. അപ്പോൾ എക്സോതെർമിക് ആണ്. ഇപ്പൊ ഒരു റിയാക്ഷൻ എക്സോതെർമിക് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതനുസരിച്ച് റിയാക്ഷൻ കൂടത്തുള്ളൂ.
എക്സോതെർമിക് ആണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതനുസരിച്ച് മാത്രമേ റിയാക്ഷൻ കൂടത്തുള്ളൂ. അത് എക്സോതെർമിക് ആണെന്ന് അറിയണമെങ്കിൽ അവിടുത്തെ വാല്യൂ നിങ്ങൾ നോക്കിയാൽ നെഗറ്റീവ് സൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ നിന്ന് എനർജി പോകുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എക്സോതെർമിക് ആണ്. എൻഡോതെർമിക്, അതായത് പ്ലസ് ആയിട്ടുള്ള എനർജി ആണെങ്കിൽ, അതായത് മീൻസ് എനർജി അബ്സോർബ് ചെയ്ത് നടക്കുന്ന റിയാക്ഷനിൽ നമ്മൾ എത്രത്തോളം ഹീറ്റ് കൊടുക്കുന്നോ അപ്പൊ ആ എനർജി എല്ലാം അത് അബ്സോർബ് ചെയ്യും, എന്നിട്ട് അത് പ്രോഡക്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ അത് ഓർത്തിരിക്കേണ്ടത്. ഇനി ഈ ചാപ്റ്ററിനകത്ത് വരുന്ന രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോവാം, ദാറ്റ് ഈസ് അയോണിക് ഇക്വിലിബ്രിയം. അയോണിക് ഇക്വിലിബ്രിയത്തിനകത്ത് നമ്മൾ മേജർ ആയിട്ട് നോക്കുന്ന ഫസ്റ്റ് ടോപ്പിക് ആണ് ആസിഡ് ബേസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആസിഡ് ബേസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആസിഡ് എന്ന് 3 സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് അറീനിയസ് കോൺസെപ്റ്റ്. H+ കൊടുക്കുന്നവര് ആസിഡ്സ്, OH- കൊടുക്കുന്നവര് ബേസ്. എന്നാൽ ലോറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് പറയുന്നത് H+ കൊടുക്കുന്നവര് ആസിഡ്സ്, H+ സ്വീകരിക്കുന്നവര് ബേസ്. അവിടെ ഒരു ചെറിയ കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ നോക്കിക്കോളൂ, ഞാൻ H2O എടുക്കുന്നു. H2O റിയാക്ട് വിത്ത് NH3. NH3 നല്ലൊരു ബേസ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ H2O അതായത് നമ്മുടെ വാട്ടർ ഒരു H+ ഞാൻ കൊടുത്തു. ആർക്ക് കൊടുത്തു? NH3ക്ക് കൊടുത്തു. അപ്പൊ NH3 അത് ചോടങ്ങ് പോവാ. അപ്പൊ NH3 ഒരു H+ വാങ്ങുമ്പോൾ അതെന്തായിട്ട് മാറും? NH4+ ആയിട്ട് മാറും, ആണല്ലോ, NH4+ ആയിട്ട് മാറും. അതേസമയം H2O ഒരു H+ പോയി, പിന്നെ ബാലൻസ് എന്താ ഉള്ളത്? ദാറ്റ് ഈസ് OH-. ഓക്കെ, അപ്പൊ ഇവിടെ H+ കൊടുത്തത് ആരാ? വാട്ടർ അല്ലേ. സോ വാട്ടർ ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആരാ H+ വാങ്ങിയത്? NH3 അല്ലേ. അപ്പൊ അയാൾ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോ ആസിഡ് ഇവിടെ വാട്ടർ ആണ്, ബേസ് ഇവിടെ NH3 ആണ്. ഇനിയാണ് പോയിന്റ് കിടക്കുന്നത്. ആസിഡ് എന്തായിട്ട് മാറി? OH- ആയിട്ട് മാറി അല്ലേ. ആസിഡ് എന്തായിട്ട് മാറിയോ അതാണ് കോൺജുഗേറ്റ് ബേസ്. മറക്കരുത്, ആസിഡ് എന്തായിട്ട് മാറിയോ അതാണ് കോൺജുഗേറ്റ് ബേസ്. ഒപ്പം ബേസ് എന്തായിട്ട് മാറി? അതായത് NH3 NH4+ ആയി. ബേസ് എന്തായിട്ട് മാറിയോ അതാണ് കോൺജുഗേറ്റ് ആസിഡ്. ബേസ് എന്തായിട്ട് മാറിയോ അതാണ് കോൺജുഗേറ്റ് ആസിഡ്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ആസിഡ് എന്തായിട്ട് മാറിയോ അത് കോൺജുഗേറ്റ് ബേസ്, ബേസ് എന്തായിട്ട് മാറിയോ അത് കോൺജുഗേറ്റ് ആസിഡ്. എങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഈ ആസിഡും കോൺജുഗേറ്റ് ബേസും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു H+ വ്യത്യാസമല്ലേ ഉള്ളൂ. അതോടൊപ്പം ഒരു ബേസും കോൺജുഗേറ്റ് ആസിഡും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതും ഒരു H+ വ്യത്യാസമല്ലേ ഉള്ളൂ. ഇവിടെ H+ കുറവ്, ഇവിടെ H+ കൂടുതൽ. അപ്പൊ ഓർത്തിരിക്കുക, കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറുകൾക്കിടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു H+ അയോണിന്റെ വ്യത്യാസം ആയിരിക്കും. അപ്പൊ ഇതാണ് ലോറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ്. പിന്നെ ഏതാ നമുക്ക് പഠിക്കാനുള്ളത്? ലൂയിസ് കോൺസെപ്റ്റ്. എന്തായിരുന്നു ലൂയിസ് കോൺസെപ്റ്റ് പറയുന്നത്? അവിടെ ഈ H+ ഒന്നും ഇല്ല കേട്ടോ. അയാൾ പറയുന്നത് അത്രയും ലോൺ പെയർസിനെ ബേസ് ചെയ്താണ്. ലൂയിസിന്റെ പേരിലും എല്ലാം അതുകൊണ്ടായിരിക്കും ലോൺ പെയറിൽ കയറി പിടിച്ചത്. അപ്പൊ എന്താ ലോൺ പെയർ എന്ന് പറഞ്ഞാൽ? ലോൺ പെയർ ഫ്രീ ആയിട്ടിരിക്കുന്ന, ബോണ്ടിങ്ങിൽ ഏർപ്പെടാതിരിക്കുന്ന ഇലക്ട്രോൺസ്. അങ്ങനെയുള്ള ലോൺ പെയർസിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളവരെ ബേസുകൾ എന്ന് വിളിക്കുന്നു. ആ ലോൺ പെയർസിനെ സ്വീകരിക്കുന്നവരെ നമ്മൾ ആസിഡുകൾ എന്ന് വിളിക്കുന്നു. അത് ലൂയിസ് ആസിഡ്സ് എന്നാണ് സാധാരണ അറിയപ്പെടുന്നത്. സോ ഇതാണ് ലൂയിസ് കോൺസെപ്റ്റ്. ലോൺ പെയർസ് കൊടുക്കുന്നവർ ബേസ്, ലോൺ പെയർസ് സ്വീകരിക്കുന്നവർ ആസിഡ്സ്. അപ്പൊ ഇതാണ് ലൂയിസ് കോൺസെപ്റ്റ്. 3 കോൺസെപ്റ്റും ക്ലിയർ ആണല്ലോ. ഇനി ഇതിനകത്ത് നമ്മൾ സാധാരണ ആസിഡ്സിന്റെ ഒരു ഡൈല്യൂഷനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു ലോ നമുക്കുണ്ട്, ഓസ്റ്റ്വാൾ ഡൈല്യൂഷൻ ലോ. നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അതിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചത്. നമുക്ക് ഇക്വേഷൻസ് മാത്രം മതി. സോ അതിനകത്ത് വരുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. വീക്ക് ആസിഡിനും വീക്ക് ബേസ് എങ്ങനെ വീക്ക് ആക്കുന്നത്? ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് വീക്ക് ആക്കാം. അങ്ങനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആസിഡിനാണെങ്കിൽ Ka കാണുന്ന ഫോർമുല C∝²/1 - ബേസിനാണെങ്കിൽ Kb കാണുന്ന ഫോർമുല C∝²/1 - അപ്പൊ രണ്ടിനും ഒരേ ഫോർമുല തന്നെ. അപ്പൊ K എന്ന് എഴുതിയാലും മതി. അപ്പൊ ആസിഡിനായാലും ബേസിനായാലും നമ്മൾ ഈ ഒരു ഫോർമുല ആയിരിക്കും, വേർ C is concentration and alpha is the degree of dissociation. അതാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളണം, വളരെ ഡൈല്യൂട്ടഡ് ആണെങ്കിൽ, അതായത് ഭയങ്കര ഡൈല്യൂട്ടഡ്, 10⁻⁻10 മോളാർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡൈല്യൂട്ടഡ് ആണ്. അപ്പൊ അങ്ങനെ വളരെ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് Ka എന്ന് പറയുന്നത് C∝² എന്ന് മാത്രം എടുക്കാം. കാരണം 1 - ആൽഫ ചെയ്താലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അതായത് ഈ ആൽഫയുടെ വാല്യൂ വളരെ കുറവായിരിക്കും. അപ്പൊ 1 - ആൽഫ ചെയ്താല് 0.9999 അങ്ങനെ വല്ലതായിരിക്കും കിട്ടുക. ദാറ്റ് ഈസ് അഗൈൻ 1 തന്നെ. അപ്പൊ C∝²/1 എന്ന് പറയുന്നത് C∝² ആയിട്ട് കണക്കാക്കാം. സോ അത് ഓർത്തിരിക്കുക. ഒരു വളരെ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള സൊല്യൂഷനിൽ കൂടുതലും എൻട്രൻസിന് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ വളരെ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സൊല്യൂഷൻസ് ആണെങ്കിൽ യു ക്യാൻ യൂസ് ദി ഫോർമുല Ka = C∝². യു ക്യാൻ സ്കിപ്പ് 1 - ആൽഫ. ക്ലിയർ ആണല്ലോ ഇത്? അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആ ഇക്വിലിബ്രിയത്തിലെ രണ്ടാമത്തെ സെക്ഷനിൽ വരുന്ന മേജർ പോയിന്റുകൾ.
പിന്നെ ഇതിനകത്ത് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ടേം ആണ് അത് തന്നെ നമ്മുടെ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. അപ്പൊ വാട്ടറിന്റെ അയോണിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതെങ്ങനെയാ? അത് വേറെ ഒന്നുമല്ലേ, ആ വാട്ടർ സ്പ്ലിറ്റ് ചെയ്താൽ എന്തൊക്കെ അയോൺസ് ആയിട്ട് മാറും? H+ഉം OH-. നിങ്ങൾ ചിലപ്പോൾ പഠിച്ചപ്പോൾ ഇവിടെ H2O+ H2 എന്നൊക്കെ പഠിച്ചാണ്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്കിപ്പോ എൻട്രൻസിന്റെ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ H+ഉം OH- ആയിട്ട് മാറും. അപ്പോ ഇവരുടെ പ്രോഡക്റ്റ്, ഈ അയോണുകളുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH-, ഇതിനെയാണ് നമ്മൾ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടറിന്റെ അയോണുകളുടെ പ്രോഡക്റ്റ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ H+ ഇൻറ്റു OH-. ഈ H+ തന്നെയാണ് H3O+, ഹൈഡ്രോണിയം അയോൺ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലും അതിനെ റെപ്രസെന്റ് ചെയ്യാം. അതാണ് ഇവിടെ +H2 ഇട്ട് നിങ്ങൾ ചിലപ്പോൾ സ്കൂൾ ക്ലാസ്സുകളിൽ അങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. രണ്ടും ഒന്ന് തന്നെ എന്നാണ് നമ്മളിപ്പോ പഠിക്കേണ്ടത്. H+ എന്ന് എഴുതിയാലും H3O+ എന്ന് എഴുതിയാലും വലിയ വ്യത്യാസമൊന്നുമില്ല. So that is Kw is equal to concentration of H+ into OH-. ഈ Kw ന്റെ വാല്യൂ എത്രയാ? That is 10⁻⁻14. മറക്കരുത്, Kw ന്റെ വാല്യൂ എന്ന് പറയുന്നത് 10⁻⁻14 ആണ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു ടേം ആണ് pH. എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ, പൊട്ടൻസ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് pH. സോ pH എന്തിനാ ഉപയോഗിക്കുന്ന? ഒരാൾ ആസിഡ് ആണോ ബേസ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. pH ന്റെ വാല്യൂ 7 7 താഴെയോ ആണെങ്കിൽ അത് ആസിഡ് ആയിരിക്കും, 7 ആണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും, 7 മുതൽ 14 വരെ അതൊരു ബേസിക് സ്വഭാവമുള്ള വസ്തുവായിരിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാം pH നെ പറ്റിയിട്ടുള്ളത്. സോ ഈ pH കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്താ? pH കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല pH is equal to negative log of H+ ion concentration. Okay, pH is equal to minus log H+ ion concentration. ഇവിടെ ഓർത്തിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. H ഇവിടെ വന്നാൽ നമ്മൾ ഇവിടെ H+ എഴുതും. അപ്പൊ മൈനസ് ലോഗ്, ഈ P വന്നു കഴിഞ്ഞാൽ മൈനസ് ലോഗ് പക്ക അവിടെ എഴുതണം. ഓക്കെ, P വന്നു കഴിഞ്ഞാൽ മൈനസ് ലോഗ് എഴുതണം. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ വാട്ട് ഈസ് POH? അപ്പൊ P വന്നു കഴിഞ്ഞാൽ മൈനസ് ലോഗ് ഉറപ്പായിട്ടും എഴുതണം. ഇവിടെ ആരാണോ വരുന്നത് അയാളെ ഇവിടെ എഴുതും. ദാറ്റ് ഇസ് കോൺസെൻട്രേഷൻ ഓഫ് OH-. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, എന്തായിരിക്കും PKW? P വന്നാൽ ഉടനെ നമ്മൾ എന്ത് എഴുതും? മൈനസ് ലോഗ് എന്ന് എഴുതും. ദെൻ ഇവിടെ ആര് വരുന്നോ അയാൾ ഇവിടെ എഴുതും. ദാറ്റ് ഇസ് KW. അപ്പൊ നിങ്ങൾ ചോദിക്കാം എന്താ കോൺസെൻട്രേഷൻ? ഒരു കോൺസ്റ്റന്റിന് കോൺസെൻട്രേഷൻ എഴുതോടെ H+ OH- ഒക്കെ അയോൺസ് ആയതുകൊണ്ട് കോൺസെൻട്രേഷൻ എഴുതാം. Kw അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ, ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റിന് എന്ത് കോൺസെൻട്രേഷൻ എഴുതാനാ? സോ അതുകൊണ്ട് Kw എന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ ഇത്? അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്, അറിയാമോ? നിങ്ങൾക്ക് അറിയാമായിരിക്കും. ദാറ്റ് ഇസ് PKW is equal to PH plus POH. PKW is equal to PH plus POH. ഇത് ഒരുപാട് കണക്കുകൾക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന ഇക്വേഷൻ ആണ്. PKW ന്റെ വാല്യൂ അറിയാമോ? KW ന്റെ വാല്യൂ എല്ലാവർക്കും അറിയാം അല്ലെ? ദാറ്റ് ഈസ് നെഗറ്റീവ് ലോഗ് ഓഫ് 10⁻⁻14. നമുക്കറിയാം 10 ന്റെ പവർ ആയിട്ട് എന്ത് വന്നാലും അത് തന്നെയാണ് ലോഗ് വാല്യൂ. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് minus of -14. What is minus of -14? That is 14. അപ്പൊ മറക്കരുത്, PKW ന്റെ വാല്യൂ എത്രയാണ്? 14 ആണ്. അതുകൊണ്ടാണ് pH സ്കെയിൽ ഏതുവരെ പോകാറുള്ളൂ? 14 വരെ പോകാറുള്ളൂ. അപ്പൊ pHഉം POHും കൂടി ചേർത്താൽ 14 ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇതൊന്നും മറക്കരുത്. നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഇക്വേഷൻസ് ആണ്. പിന്നെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ടേംസ് ഉണ്ട്. ഏതൊക്കെയാ? ബഫർ സൊല്യൂഷൻ ആൻഡ് കോമൺ അയോൺ ഇഫക്റ്റ്. എന്താണ് കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഉദാഹരണം എടുക്കാം. ഞാനൊരു ഉദാഹരണം എടുക്കാം. NaCl സ്പ്ലിറ്റ് ആകുന്നു എന്തൊക്കെയായിട്ട്? Na+ ആയിട്ടും Cl- ആയിട്ടും. ഞാൻ ഇതിലേക്ക് കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു. സോ HClഉം ഇതുപോലെ സ്പ്ലിറ്റ് ആവുമല്ലോ എന്തൊക്കെയായിട്ട്? H+ഉം Cl-ഉം. നോക്കൂ, രണ്ടിടത്തും രണ്ട് ഇക്വിലിബ്രിയം റിയാക്ഷനിലും ഒരു അയോൺ കോമൺ അല്ലേ? ഏതാ അയോൺ? Cl- അല്ലെ? രണ്ടിലും Cl- കോമൺ ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് Cl- അളവ് ഇങ്ങനെ കൂടി വരും. സോ മുകളിലത്തെ ആളുടെ ഇക്വിലിബ്രിയം എല്ലാം ഇക്വിലിബ്രിയം എല്ലാം ഡിസ്റ്റർബ്ഡ് ആകും. സോ ഇക്വിലിബ്രിയം വീണ്ടും തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഈ എക്സ്ട്രാ വരുന്ന Cl- Na+ഉമായിട്ട് ചേർന്ന് വീണ്ടും എന്താകാൻ തുടങ്ങും? NaCl ആകാൻ തുടങ്ങും. ഇങ്ങനെ അധികമായിട്ട് കോമൺ ആയിട്ടുള്ള ഒരു അയോൺ അധികമായിട്ട് ആഡ് ചെയ്യുമ്പോൾ റിയാക്ഷൻ മൊത്തത്തിൽ ബാക്ക്വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് കോമൺ അയോൺ ഇഫക്റ്റ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ മാത്രം പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് എടുക്കാനായിട്ട്, കാരണം ഉപ്പാണല്ലോ കൂടുതലായിട്ട് പിന്നെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തുണ്ടായി വരും. സോ ദാറ്റ് ഈസ് കോൾഡ് കോമൺ അയോൺ ഇഫക്റ്റ്. ഇതിന്റെ തന്നെ ഒരു ബേസിക് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ബഫർ എന്ന് വെച്ച് കഴിഞ്ഞാല്
നമ്മൾ കഴിക്കുന്ന ആഹാരത്തില് ആസിഡ് നമ്മൾ കഴിക്കാറില്ലേ, പുളിയുള്ളതൊക്കെ കഴിക്കാറില്ലേ, പിന്നെ നമ്മൾ ബേസും കഴിക്കാറുണ്ട്, കയ്പൊക്കെ ഉള്ളതും കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ആസിഡ് ഉണ്ട്, ബേസ് ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്ലഡിന്റെ pH മാറുമോ? ഒരിക്കലും ഇല്ല. കാരണം കഴിക്കുന്നതെല്ലാം ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് എവിടെ ചെന്നിട്ടാ? ബ്ലഡിൽ വന്ന് നിൽക്കും. പിന്നെ ബ്ലഡ് ആണല്ലോ എല്ലായിടും കൊണ്ടുപോയി കൊടുക്കുന്നത്. സോ ബ്ലഡിൽ എത്തിയിട്ടും ഈ ആസിഡും ബേസും ബ്ലഡിൽ എത്തിയിട്ടും എന്തുകൊണ്ടാണ് ബ്ലഡിന്റെ pH മാറാത്തത്? ബിക്കോസ് ബ്ലഡ് ഈസ് എ ബഫർ സൊല്യൂഷൻ. അപ്പൊ ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ലൈറ്റ് ആയിട്ട്, എന്ന് വെച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് കുടിക്കാല്ല ഞാൻ ഈ പറയുന്നത്, ലൈറ്റ് ആയിട്ട് വളരെ ലിറ്റിൽ എമൗണ്ട് ഓഫ് ആസിഡോ ബേസോ നമ്മൾ ഒരു കോമ്പൗണ്ടിലേക്ക് ആഡ് ചെയ്താലും അതിന്റെ pH ചേഞ്ച് ആവാതെ അത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ ആ സൊല്യൂഷന് കഴിവുണ്ടെങ്കിൽ then that is called a buffer solution, a solution which can resist small changes in acid or pH, small changes in pH by the addition of little amount of acid or base is called a ബഫർ സൊല്യൂഷൻ. സോ ബഫേഴ്സിനെ സാധാരണഗതിയിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. എന്താ അത്? ഒന്നെന്ന് പറയുന്നത് അസിഡിക് ബഫർ, ഒന്ന് ബേസിക് ബഫർ. അസിഡിക് ബഫർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വീക്ക് ആസിഡ്. ഞാൻ എഴുതി പറഞ്ഞത് അസിഡിക് ബഫർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വീക്ക് ആസിഡ് പ്ലസ് salt of strong base. Okay, weak acid ഉം സ്ട്രോങ് ബേസിന്റെ സോൾട്ടും കൂടി ചേരുന്നുണ്ടാകുന്നതാണ് അസിഡിക് ബഫർ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ബേസിക് ബഫർ? ബേസിക് ബഫർ എന്ന് വെച്ച് കഴിഞ്ഞാല് വീക്ക് ബേസ് പ്ലസ് സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ്. ഓക്കെ, വീക്ക് ബേസും സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡും കൂടി ചേരുന്നതാണ് ബേസിക് ബഫർ എന്ന് വിളിക്കുന്നത്. സോ ഇതാണ് ബഫറുകളുടെ ഒരു ക്ലാസിഫിക്കേഷൻ, അസിഡിക് ബഫറും ബേസിക് ബഫറും. പിന്നെ ഈ ചാപ്റ്ററിന്റെ കോർ ടോപ്പിക് ആണ് സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നോക്കാം എങ്ങനെയാണ് സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ബാരിയം സൾഫേറ്റ് നമ്മൾ എടുക്കുന്നു. ബാരിയം സൾഫേറ്റ് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ആകുക? ബാരിയം 2+ എന്നും SO4 2- എന്നും. ഇപ്പൊ ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഇവിടെ ജനറൽ ആയിട്ട് KSP കാണണമെന്നുണ്ടെങ്കിൽ KSP സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് കാണുന്ന ഫോർമുല കോൺസെൻട്രേഷൻ ഓഫ് ബാരിയം 2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് SO4 2- ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ സാധാരണ ഈ ഒരു ഫോർമാറ്റിലല്ല ചോദിക്കുന്നത്. പകരം സൊല്യൂബിലിറ്റി നിങ്ങൾക്ക് തരും, എന്നിട്ട് സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പറയും. അവിടെ എങ്ങനെ ചെയ്യും? അതല്ലേ നമുക്ക് അറിയേണ്ടത്. അപ്പൊ സൊല്യൂബിലിറ്റി ആണ് തരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുക? ഞാൻ പറഞ്ഞത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കൂ, ബാരിയം 2+ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഈ 2-നെ ഒന്നും പിടിക്കരുത്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഒന്നേ ഉള്ളൂ, ഒരെണ്ണമേ ഉള്ളൂ. സോ ആ ഒന്നാണെങ്കിൽ നമ്മൾ S എന്ന് എഴുതുക. ക്ലിയർ ആണല്ലോ? ഇവിടെ എത്ര SO4 2- ഉണ്ട്? അതും ഒന്നേ ഉള്ളൂ. അപ്പൊ S എന്ന് എഴുതുക. എങ്കിൽ KSP കാണുന്ന ഫോർമുല KSP is equal to S into S. S into S. What is S into S? S square. So that is the formula. ക്ലിയർ ആണല്ലോ? അടുത്ത കേസ് പറഞ്ഞുതരാം. സപ്പോസ് ബാരിയം ക്ലോറൈഡ് BaCl2. സോ BaCl2 ഇതെങ്ങനെ സ്പ്ലിറ്റ് ആകും? ബാരിയം 2+ പ്ലസ് 2Cl- ഇങ്ങനെയാണല്ലോ സ്പ്ലിറ്റ് ആകുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ബാരിയം ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ S എന്ന് എഴുതുക. ഇവിടെ ക്ലോറിൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ എഴുതണം? 2S എന്ന് എഴുതണം. ക്ലിയർ ആണല്ലോ? ഇവിടെ 1 വന്നാൽ S, 2 വന്നാൽ 2S, അപ്പൊ 3 വന്നാൽ 3S. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ KSP കാണുമ്പോൾ ചെയ്യേണ്ടത് KSP is equal to, ഇവിടെ S അല്ലേ, അപ്പൊ S എന്ന് എഴുതുക, ഇൻറ്റു ഇവിടെ 2S അല്ലേ, അപ്പൊ 2S എന്ന് എഴുതിയിട്ട് ആ നമ്പർ പവർ ആയിട്ട് കൂടി കൊടുക്കണം. സോ 2S the whole square. അപ്പൊ ചെയ്യുമ്പോൾ എങ്ങനെ വരും? S ഇൻറ്റു വാട്ട് ഈസ് 2 സ്ക്വയർ? ദാറ്റ് ഈസ് 4 ഇൻറ്റു S സ്ക്വയർ. സോ സ്വാഭാവികമായിട്ടും S into S square is S cube. So 4S cube is the answer. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഈ ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന ഏത് പ്രോബ്ലം സുഖമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് KSP സൊല്യൂബിലിറ്റി പ്രോഡക്റ്റിനകത്ത് വരുന്ന മേജർ പോയിന്റ്സ്. ഇപ്പൊ നമ്മൾ ഏകദേശം ആ ചാപ്റ്ററിന്റെ ഏകദേശ പോയിന്റുകളെല്ലാം തന്നെ, മേജർ ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം തന്നെ നോക്കി. എങ്കിൽ നമുക്ക് ഇനി പ്രീവിയസ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് വേഗം ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദി ഫോളോയിങ് ആർ N2 plus 3H2 gives 2NH3 K1, N2 plus O2 gives 2NO K2, H2 plus half O2 gives H2O, അത് K3. The equilibrium constant K of the reaction 2NH3 plus 5/2O2 gives 2NO plus 3H2O will be. സോ ഇത് നമുക്ക് ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാവുന്ന, കാരണം നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഏകദേശം പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന റിയാക്ഷൻസ് ഒന്ന് എടുത്തെഴുതാം. That is N2
plus 3H2 reversibly gives 2NH3. അതിൻ്റെതാണ് K1. അടുത്ത രണ്ടാമത്തത് N2 plus O2 reversibly gives 2NO. അതിൻ്റെതാണ് K2. Then H2 plus half O2 reversibly gives H2O. അതിൻ്റെതാണ് K3. ഇനി ഇവിടെ എന്താ ചോദ്യം? നമുക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2NH3 plus 5/2 O2 reversibly gives 2NO plus 3H2O. ഇതിന്റെ K എന്തായിരിക്കും എന്നതാണ് ചോദ്യം. അപ്പൊ ഇവിടെ ആക്ച്വലി നമുക്ക് തോന്നുന്നത് എല്ലാം കൂടി ആഡ് ചെയ്തെടുത്താണ് ചെയ്യാനുള്ളത്. പക്ഷെ അതൊന്നും വേണ്ട. എൻട്രൻസിന് സാധാരണ ചോദിക്കുമ്പോൾ ഇതെല്ലാം ക്യാൻസൽ ആകുന്ന രീതിയിൽ അവർ തരത്തുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ ഈ ക്വസ്റ്റ്യനിനകത്തുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടോ ആദ്യം ചെക്ക് ചെയ്യുക. ഉണ്ട്. ആദ്യം നമുക്ക് വേണ്ടത് NH3. എത്ര NH3 നമുക്ക് വേണ്ട? 2NH3 നമുക്ക് വേണം. അപ്പൊ 2NH3 ഇവിടെ ഉണ്ടോ നോക്കുമ്പോൾ ഉണ്ട്. ഇതാണ് നടക്കുന്നത് 2NH3. പക്ഷെ വ്യത്യാസം ഇവിടെ നമുക്ക് റിയാക്ടന്റ് സൈഡിലാണ് വേണ്ടത്, പക്ഷെ ഇവിടെ പ്രോഡക്റ്റ് സൈഡിലാണ്. അതിൻ്റെതാണ് K1 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫോർവേഡ് ഉള്ളതാണ് K1, നമുക്ക് വേണ്ടത് ബാക്ക്വേർഡ് ആണ്. ആദ്യമേ പറഞ്ഞു തന്നു ഫോർവേഡിൻ്റെത് K1 ആണെങ്കിൽ ബാക്ക്വേർഡിൻ്റെത് 1/K1 ആയിരിക്കും. അപ്പൊ ഇവിടെ K1 എവിടെ വരും? 1/K1 എന്നായിട്ട് മാറും. സോ K is equal to 1/K1 into അടുത്ത K2ന്റെ കേസ് നോക്കാം. K2 എന്ന് പറയുമ്പോൾ NO നമുക്ക് വേണം. എത്ര എണ്ണം വേണം? 2 NO വേണം. ഇവിടെ 2 NO ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കിടക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നതിലും 2 NO ആണ് കിടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് NOക്ക് ഇനി യാതൊരു മാറ്റവും വരുത്താനില്ല. നമുക്കത് വേണ്ടത് പ്രോഡക്റ്റ് സൈഡിൽ തന്നെയാണ്. ക്വസ്റ്റ്യനിൽ പ്രോഡക്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. നമുക്ക് നമ്മൾ എഴുതിയിരിക്കുന്നതിലും പ്രോഡക്റ്റ് സൈഡിൽ തന്നെ കിടക്കുന്നത്. സോ there is no change in K2. So into K2 into then what is remaining? Third one, that is H2O. H2O നമ്മൾ നോക്കുമ്പോൾ H2O നമുക്ക് 3 H2O വേണം. നമ്മുടെ തന്നിരിക്കുന്ന റിയാക്ഷനിലും H2O പ്രോഡക്റ്റ് സൈഡിൽ തന്നെയാണ്. പക്ഷേ ആ പ്രോഡക്റ്റ് സൈഡിൽ അത് കിടക്കുന്നത് വെറും ഒറ്റ H2O ആയിട്ടാണ്. നമുക്ക് വേണ്ടത് 3 H2O ആണ്. സോ ദിസ് ഇക്വേഷൻ വിൽ ബി മൾട്ടിപ്ലൈഡ് ബൈ 3. അപ്പൊ 3 എന്ന നമ്പറിനോട് നമ്മൾ ഈ മൊത്തം ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്താൽ K എങ്ങനെ മാറും? അത് അതിന്റെ പവർ ആയിട്ട് മാറും. സോ ഇൻറ്റു K3 റൈസ് ടു 3 എന്ന് മാറും. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ചേർത്ത് എഴുതിയാൽ എങ്ങനെ എഴുതാം? K is equal to K2 into K3 റൈസ് ടു 3 by K1. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഉണ്ട്. That is the first option. K2 K3 റൈസ് ടു 3 by K1. So that is the answer. Clear ആയോ പറഞ്ഞത്? It was an easy question. അങ്ങനെയെങ്കിൽ next question. Concentration of the Ag plus ions in a saturated solution of Ag2C2O4 is 2.2 into 10 raised to minus 4 moles per liter. Solubility product of Ag2C2O4 is. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ടുള്ള സോലുബിലിറ്റി പ്രോഡക്റ്റിൽ നിന്നാണ്. സോ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നത് ബേസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഒരു ഇക്വേഷൻ എഴുതാം. ഇവിടെ തന്നിരിക്കുന്നത് Ag2C2O4 ഓക്സലേറ്റ് അയോൺ ആണ്. സോ ഈ കോമ്പൗണ്ട് സിൽവർ ഓക്സലേറ്റ് കോമ്പൗണ്ടിനെ നമ്മൾ ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പ്ലിറ്റ് ചെയ്യും അല്ലെ. Ag2+ എന്നും പ്ലസ് C2O4 2- എന്നുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. പക്ഷെ ഏജ് ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ ഇത് 2 ആയിട്ടായിരിക്കും മാറുന്നത്. അപ്പൊ ഓർത്തിരിക്കേണ്ടത് ഇവിടെ ഒരു ഓക്സലേറ്റ് അയോൺ ഉണ്ടായപ്പോൾ ഇവിടെ 2 Ag2+ ആണ് ഉണ്ടായത്. അപ്പൊ ഇവിടെ 2x ഉണ്ടാകുമ്പോ ഇവിടെ എത്ര ഉണ്ടാകത്തുള്ളൂ? X ക്രിയേറ്റ്, കാരണം ഇത് നമുക്ക് വെച്ച് എഴുതാവത്തുള്ളൂ. അപ്പൊ 2x ഉണ്ടാകുമ്പോ ഇവിടെ X ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നെ ഈ 2x വാല്യൂ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്. 2x വാല്യൂ ഇസ് ഗിവൺ ആസ് 2.2 into 10 raised to minus 4 എന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ x എത്രയായിരിക്കും? സ്വാഭാവികമായിട്ട് അതിന്റെ പകുതിയില്ലേ? ദാറ്റ് ഈസ് 1.1 into 10 raised to minus 4. അപ്പൊ നമുക്ക് 2x വാല്യൂ തന്നിട്ടുണ്ട്, x വാല്യൂ തന്നിട്ടുണ്ട്. എങ്കിൽ പിന്നെ KSP കണ്ടുപിടിക്കാൻ വലിയ പാടാണോ? അപ്പൊ സോലുബിലിറ്റി പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു ഡയറക്റ്റ് ആയിട്ട് നമുക്ക് Ag2+ കോൺസെൻട്രേഷൻ അതിന്റെ പവർ എത്ര? 2 into നമ്മുടെ C2O4 2-. സോ ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Ag2+ ന്റെ വാല്യൂ 2.2 into 10 raised to minus 4 the whole square into C2O4 ന്റെ കോൺസെൻട്രേഷൻ 1.1 into 10 raised to minus 4 then multiply ചെയ്തെടുക്കുക. 2.2 ന്റെ സ്ക്വയർ എടുത്തിട്ട് 1.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അത് ചെയ്യുമ്പോൾ you will get an answer 5.3 into 10 raised to minus 12 എന്ന് കിട്ടും. So that is the answer. So that is option 3. Okay, third option ആയിരിക്കും 5.3 into 10 raised to minus 12. Clear ആയല്ലോ നിങ്ങൾക്ക്? സോ അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The percentage of pyridine C5H5N that forms pyridinium ion in a 0.10 molar aqueous pyridine solution Kb value തന്നിട്ടുണ്ട്. That is 1.7 into 10 raised to minus 9. അപ്പോൾ pyridine Kb വാല്യൂ തന്നിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്.
അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് പെർസെന്റേജ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷനുമായി ബന്ധപ്പെട്ട. അപ്പൊ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ഫോർമുല ഓസ്വാൾഡ് ഡൈല്യൂഷൻ തിയറം ആണ്. ദാറ്റ് ഈസ് K is equal to C alpha square by 1 minus alpha. പക്ഷെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നോക്കിയേ, ആ KB വാല്യൂ നോക്കിയേ 1.7 × 10⁻⁹. വെരി ലോ വാല്യൂ. അപ്പൊ വളരെ ഡൈല്യൂട്ടഡ് ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് C alpha square മാത്രം എടുത്താൽ പോരെ, 1 minus alpha എടുക്കണ്ടല്ലോ. സോ നമുക്ക് എഴുതാം, ഇത് പെരിഡിൻ എന്ന് പറയുന്നത് ഒരു ബേസ് ആയതുകൊണ്ട് KB is equal to C alpha square. ഈ KB വാല്യൂ എത്രയും തന്നിട്ടുണ്ട്? KB വാല്യൂ is given as 1.7 × 10⁻⁹ എന്ന് തന്നിട്ടുണ്ട്. is equal to C കോൺസെൻട്രേഷൻ. അത് സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് is 0.1 മോളാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ റൈറ്റ് 0.1 into alpha square. അപ്പൊ alpha square is equal to എന്തെന്ന് വരും? 1.7 × 10⁻⁹ by 0.1 എന്ന് വരും. സോ ആൽഫ എന്തെന്ന് കിട്ടും? ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 1.7 × 10⁻⁹. ഇതിന് നമുക്ക് വേണമെങ്കിൽ 10⁻⁻1 എന്ന് എഴുതിക്കൂടെ? 10⁻⁻1 മോളിൽ വരുമ്പോൾ 10⁻1 എന്ന് വരും. ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 1.7 × 10⁻⁸ എന്ന് വരും. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 1.3 × 10⁻⁻4 എന്ന് നിങ്ങൾക്ക് കിട്ടും. അതായത് 10⁻⁻4 എന്ന് പറയുന്നത് ആൽഫ വാല്യൂ, പക്ഷെ ഇവിടെ പെർസെന്റേജിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിനെ നമ്മൾ ഇനി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട്, അഥവാ 10⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതെന്ത് മാറും? 1.3 × 10⁻2 എന്ന് വരും. 10⁻2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു പോയിന്റ് മാറ്റി കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ഇസ് ഈക്വൽ ടു 0.013 എന്ന് കൊടുത്താൽ മതി. സോ ദാറ്റ് അത്രയും പെർസെന്റേജ് 0.013%. അങ്ങനെ ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഉണ്ട്. ദാറ്റ് ഇസ് ദി ഫോർത്ത് ഓപ്ഷൻ. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ വളരെ ഡൈല്യൂട്ടഡ് ആണെങ്കിൽ നിങ്ങൾ KB കാണുന്ന ഫോർമുല C alpha square എന്ന് എടുത്താൽ മതിയാകും. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൊല്യൂബിലിറ്റി ഓഫ് AgCl with the solubility product 1.6 × 10⁻⁻10 in 0.1 molar NaCl solution will be. സോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് AgClഉം NaCl അപ്പൊ രണ്ടുപേര് ഇതിനകത്തുണ്ട്. അപ്പൊ AgCl ഉണ്ട്, NaCl ഉണ്ട്. നമുക്ക് ആദ്യം അവരുടെ ഡിസോസിയേഷൻ റിയാക്ഷൻ ഒന്ന് എഴുതാം. അപ്പൊ AgCl എങ്ങനെ സ്പ്ലിറ്റ് ആവും? AgCl will split up into Ag plus and Cl minus. NaCl എങ്ങനെ സ്പ്ലിറ്റ് ആവും? NaCl will split up into Na plus and Cl minus. ഒരു കോമൺ ആൻഡ് ഇഫക്റ്റ് വരെ കിടപ്പുണ്ട് അല്ലെ, കാരണം രണ്ടിലും കോമൺ ആയിട്ട് Cl ഉണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ സോലിബിലിറ്റി പ്രോഡക്റ്റ് ആണ് നിങ്ങളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത്. ഒപ്പം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് 0.1 മോളാർ NaCl ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. 0.1 മോളാർ NaCl ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കംപ്ലീറ്റ് ഡിസോസിയേഷൻ കഴിയുമ്പോൾ ഇത് 0.1 മോളാർ ഉണ്ടാകും, ഇതും 0.1 മോളാർ ഉണ്ടാകും. ഓക്കെ, പക്ഷെ ഇപ്പോഴത്തെ കേസിൽ നമുക്ക് സൊല്യൂബിലിറ്റി ആയിട്ട് എടുക്കാം. അപ്പൊ ഇത് സൊല്യൂബിലിറ്റി എസ് ആണെങ്കിൽ ഇവിടെയും സൊല്യൂബിലിറ്റി എസ് ആണ്. സോ ക്ലോറിന്റെ ടോട്ടൽ സൊല്യൂബിലിറ്റി എന്തായിരിക്കും? അതായത് ടോട്ടൽ ക്ലോറിൻ എത്രയുണ്ട്? ടോട്ടൽ ക്ലോറിൻ എന്ന് പറയുന്നത് S plus 0.1 അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, S plus 0.1 അല്ലേ ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ എടുക്കേണ്ട ക്ലോറിന്റെ കോൺസെൻട്രേഷൻ. അപ്പൊ ക്ലോറിൻ കോൺസെൻട്രേഷൻ നമുക്ക് എത്രയെന്ന് കിട്ടും? S plus 0.1 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ നമ്മുടെ KSP കാണാൻ നമുക്ക് കാൽക്കുലേഷനിലേക്ക് പോവാം. സോ KSP is equal to, ഇവിടെ നമ്മുടെ AgClന്റെ കേസ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പൊ AgClന്റേത് എസും ഇവിടെ S plus 0.1 ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും S × S plus 0.1 എന്ന് വരും. S × S plus 0.1. പക്ഷെ ഇതില് സൊല്യൂബിലിറ്റി വാല്യൂ ഓൾറെഡി നമുക്ക് സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ് കാണുമ്പോഴേ അറിയാം വളരെ വലിയ വാല്യൂ, വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് 1.6 × 10⁻⁻10 ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ 0.1നോടൊപ്പം ഈ എസ് പ്ലസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയ വ്യത്യാസം വരാൻ, അതുപോലെയല്ല മൾട്ടിപ്ലിക്കേഷൻ, പക്ഷെ പ്ലസ് ചെയ്തിട്ട് വലിയ വ്യത്യാസം വരാനില്ല. കാരണം 0.1 പ്ലസ് 0.00000 അങ്ങനെ സംതിങ് ആയിരിക്കും. സോ 0.1നോടൊപ്പം എസ് കൂട്ടിയാൽ വലിയ വ്യത്യാസം വരാനില്ല. അതുകൊണ്ട് യു ക്യാൻ റൈറ്റ് S × 0.1. ഈ പ്ലസ് എസിനെ നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്തു. KSP വാല്യൂ ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. KSP വാല്യൂ ഇസ് ഗിവൻ ആസ് 1.6 × 10⁻⁻10. 1.6 × 10⁻⁻10. അത് ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. നമുക്ക് S അല്ലേ കണ്ടുപിടിക്കാനുള്ളത്. സോ S is equal to 1.6 × 10⁻⁻10 divided by 0.1. 0.1 എന്നത് 10⁻⁻1 അല്ലേ? സോ ഇറ്റ് ഈസ് 10⁻⁻1. 10⁻⁻1 മോളിൽ വന്നാൽ എന്താകും? 10⁻+1. അപ്പോ ഇവിടെ സ്വാഭാവികമായിട്ട് -10 + 1 എന്തായിരിക്കും ആൻസർ? -9. സോ 10⁻⁻9. അപ്പൊ 1.6 × 10⁻⁻9 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഉണ്ട്. ദാറ്റ് ഈസ് ദി ഫോർത്ത് ഓപ്ഷൻ, 1.6 × 10⁻⁻9 മോളാർ. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Which of the following fluorocompounds is most likely to behave as Lewis base? അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ലൂയിസ് ബേസ് ആകാൻ സാധ്യതയുള്ളത് ആര് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അതില് ലൂയിസ് സ്ട്രക്ചേഴ്സ് ആയിട്ട് നമുക്ക് കെമിക്കൽ ബോണ്ടിങ് പഠിച്ചവരായതുകൊണ്ട് നിങ്ങൾക്ക് ലോൺ പെയർസ് കണ്ടെത്താൻ വളരെ ഈസി ആയിരിക്കും. സോ ആ രീതിയിൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓർമ്മയുണ്ടല്ലോ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിച്ചിട്ട് ലോൺ പെയർസ് കണ്ടുപിടിക്കുന്ന രീതി. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്ട്രക്ചർ അറിയാമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇവിടെ നമ്മൾ അങ്ങനെ എഴുതി നോക്കിയാൽ നമുക്ക് PF3 നമുക്ക് ഇവിടെ ലോൺ പെയർ ഉള്ള ആളായിട്ട് കിട്ടും. ബാക്കി എല്ലാത്തിലും ലോൺ പെയർസ് 0 ആയിട്ട് കിട്ടും. പക്ഷെ PF3 മാത്രം ലോൺ പെയർസ് ഒരെണ്ണം ഉള്ളതായിട്ട് കിട്ടും. ലോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്നവരല്ലേ ലൂയിസ് ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ലൂയിസ് ബേസ് ആരെന്നല്ലേ ചോദ്യം. സോ ദ ആൻസർ ഈസ് ഫോർത്ത് ഓൺ, ദാറ്റ് ഈസ് PF3. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. pH of a saturated solution of calcium hydroxide is 9. The solubility product KSP of calcium hydroxide is. വീണ്ടും solubility product എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ടോപ്പിക് നല്ല ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലായല്ലോ. സോ ഇവിടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് തന്നിരിക്കുന്നത്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാ സ്പ്ലിറ്റ് ആകുക? ദാറ്റ് ഈസ് സ്പ്ലിറ്റ്സ് ഇൻടു Ca2 പ്ലസ് 2OH മൈനസ് ആണല്ലോ. അപ്പൊ ഇവിടത്തെ സൊല്യൂബിലിറ്റി S എന്ന് എടുത്താൽ ഇവിടുത്തെ സൊല്യൂബിലിറ്റി നമ്മൾ 2S എന്നായിരിക്കും എടുക്കുക. ഓക്കെ, പക്ഷെ ഇവിടെ വേറെ ഒന്നിന്റെ കോൺസെൻട്രേഷൻ ആകെ തന്നിരിക്കുന്നത് pH വാല്യൂ ആണ്. നമുക്കറിയാം pH എന്ന് പറയുന്നത് 9 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് pH ഇവിടെ ഇല്ല, പിന്നെ ആരാ ഉള്ളത്? OH. അപ്പൊ pH നമുക്ക് കാര്യമില്ല, അപ്പൊ നമുക്ക് POH. നമ്മൾ പഠിച്ചിട്ടുണ്ട് pH ഉം POH കൂടി ചേർന്നാൽ 14. അപ്പോ pH ഓൾറെഡി 9 ആയി. അപ്പൊ POH എത്രയായിരിക്കും ബാക്കി? അതായത് 5. സോ 5 ആണ് ഏതെന്ന് പറയുന്നത് POH വാല്യൂ. നോക്കൂ, POH കാണുന്ന ഫോർമുല എന്തായത്? POH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ലോഗ് ഓഫ് OH മൈനസ് അയോൺ കോൺസെൻട്രേഷൻ ആണല്ലോ. അപ്പൊ ഇവിടെ 5 വന്നെങ്കിൽ, ഇവിടെ 5 ആൻസർ ആയിട്ട് വന്നുവെങ്കിൽ ഇവിടെ വരിക 10⁻⁻5 അല്ലേ? ഒന്ന് ആലോചിച്ചു, റിവേഴ്സ് തിങ്ക് ചെയ്യുക. അതായത് 10⁻⁻5ന്റെ ലോഗ് വാല്യൂ -5, മൈനസ് ഇൻറ്റു മൈനസ് ആണ് പ്ലസ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ 5 വന്നെങ്കിൽ ഇവിടെ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും? 10⁻⁻5 ആയിരിക്കും. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ എടുക്കുമ്പോൾ OH മൈനസ് കോൺസെൻട്രേഷൻ എത്രയാണെന്ന് കിട്ടി? 10⁻⁻5 ആണെന്ന് കിട്ടി. അപ്പൊ OH മൈനസ് അയോൺ എത്രയാണെന്ന് കിട്ടി? 10⁻⁻5 എന്ന് കിട്ടി. ആക്ച്വലി 10⁻⁻5 എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? 2S-ന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം 2S is equal to 10⁻⁻5. So what is S? S equal to 10⁻⁻5/2 എന്ന് കിട്ടി. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി നമ്മൾ ചെയ്യുന്നത് KSP കാണുക. KSP കാണാനായിട്ട് S into 2S the whole square ആണല്ലോ പറഞ്ഞതാണ് ആദ്യമേ. So is equal to S into 2 into square 4S square. So it will be 4S cube is equal to 4 into S already കണ്ടുപിടിച്ചു വെച്ചു 10⁻⁻5/2 the whole cube. സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 2 into 2 4 ആണ്. 4 cancel, then 1/2 ബാലൻസ് വരും. 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. So you can write 0.5 into 10⁻5 into -3, that is 10⁻⁻15. സോ ആ രീതിയിൽ ഒരു ഓപ്ഷൻ എവിടെ ഉണ്ടോ? 0.5 into 10⁻⁻15 ഉണ്ടല്ലേ? സോ ദാറ്റ് ഈസ് ദി ആൻസർ, ദാറ്റ് ഈസ് ദി ഓപ്ഷൻ 1. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് ആൻസർ. 0.5 into 10⁻⁻15. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോൺജുഗേറ്റ് ബേസ് ഫോർ ബ്രോൺസ്റ്റഡ് ആസിഡ്സ് H2O and HF are. അപ്പൊ ഇവിടെ കോൺജുഗേറ്റ് ആസിഡ് ബേസ്, അതായത് നമ്മുടെ ബ്രോൺസ്റ്റഡ് തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാ? ഒന്ന് H2O, പിന്നെ തന്നിരിക്കുന്നത് HF. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ആസിഡുകളാണല്ലോ, ബ്രോൺസ്റ്റഡ് ആസിഡുകളാണല്ലോ. അപ്പൊ ഇവർ എന്ത് ചെയ്യും? ആസിഡുകൾ H+ ഡൊണേറ്റ് ചെയ്യും. H+ ഡൊണേറ്റ് ചെയ്താൽ ഇത് എന്തായിട്ട് മാറും? OH മൈനസ് ആയിട്ട് മാറും. ഇയാൾ എന്തായിട്ട് മാറും? F മൈനസ് ആയിട്ട് മാറും. ആൻഡ് ദേ വിൽ ബി കോൺജുഗേറ്റ് ബേസ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആസിഡ് എന്തായിട്ട് മാറുന്നോ അതാണ് കോൺജുഗേറ്റ് ബേസ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഉണ്ട്. ദാറ്റ് ഈസ് മൂന്നാമത്തെ ഓപ്ഷൻ, OH മൈനസ് ആൻഡ് F മൈനസ് റെസ്പെക്റ്റീവ്ലി. സോ ദാറ്റ് ഈസ് ദി ആൻസർ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? സോ അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which will make a basic buffer? അപ്പൊ ബേസിക് ബഫർ എങ്ങനെയായിരുന്നു ബേസിക് ബഫർ ഉണ്ടായത്? ഓർമ്മയുണ്ടാകും. ബേസിക് ബഫറും അസിഡിക് ബഫറും നമ്മൾ പഠിച്ചതാ. ബേസിക് ബഫർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എടുക്കേണ്ടത് വീക്ക് ബേസും സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡും ആണ്. അപ്പൊ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ വീക്ക് ബേസ് ഏതെങ്കിലും ഉണ്ടോ നോക്കുക. വീക്ക് ബേസ് അവിടെ ഉണ്ടോ നോക്കുമ്പോൾ ആദ്യത്തേൽ NaOH സ്ട്രോങ് ബേസ്, രണ്ടാമത്തേലും NaOH സ്ട്രോങ് ബേസ്, മൂന്നാമത്തേൽ NH4OH അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്ക് ബേസ്, NaOH നാലാമത്തേൽ അതും വീക്ക് സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആണ്. അപ്പോ വീക്ക് ബേസ് ഒറ്റ ഓപ്ഷനിലേ ഉള്ളൂ, തേർഡ് ഓപ്ഷൻ. ഇനി നമ്മൾ നോക്കേണ്ടത് സ്ട്രോങ് ആസിഡ് ഏതെങ്കിലും ഉണ്ടോ? സ്ട്രോങ് ആസിഡ് ആദ്യത്തേല് അസറ്റിക് ആസിഡ് വീക്ക് ആസിഡ്, രണ്ടാമത്തേലും അസറ്റിക് ആസിഡ് വീക്ക് ആസിഡ്,
ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്ട്രോങ് ആസിഡ്. നാലാമത്തേലും ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്ട്രോങ് ആസിഡ്. അപ്പൊ സ്ട്രോങ് ആസിഡും വേണം വീക്ക് ബേസും വേണം എന്ന കണ്ടീഷൻ ഏതാ സാറ്റിസ്ഫൈ ചെയ്തത്? തേർഡ് ഓപ്ഷൻ അല്ലേ? സോ ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയോ പറഞ്ഞത്? അവിടെ കണക്കൊന്നും ചെയ്യാനായിട്ടില്ല, ജസ്റ്റ് നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. സോ അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which one of the following conditions will favor the maximum formation of the product in the reaction A2 plus B2 reversible is X2 and it is minus X value ആണ് അവിടുത്തെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായിട്ട് ഇതൊരു ഗ്യാഷ്യസ് സിസ്റ്റം ആണ്, അതുകൊണ്ട് തന്നെ പ്രഷറിന് ഇഫക്റ്റ് ഉണ്ട്. നമ്മൾ ആ സിസ്റ്റം നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് എഴുതാം. A2 plus B2 reversibly gives X2. അപ്പൊ ഇത് ഒന്ന് ഇത് ഒന്ന്, അപ്പൊ ടോട്ടൽ 2 moles ഓഫ് റിയാക്ടൻസ് ആൻഡ് 1 mole ഓഫ് പ്രോഡക്റ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രഷർ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? എങ്ങോട്ടാണോ നമ്പർ ഓഫ് മോൾസ് കുറവ് അങ്ങോട്ട് അത് ഫേവർ ചെയ്യും, എന്ന് വെച്ചാൽ ഫോർവേഡിനെ ഫേവർ ചെയ്യും. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും ഫേവർ മാക്സിമം ഫോർമേഷൻ ഓഫ് ദി പ്രോഡക്റ്റ്, അതായത് ഫോർവേഡിനെ ഫേവർ ചെയ്യുന്ന കണ്ടീഷനാണ് ചോദിക്കുന്നത്. അപ്പൊ ഫോർവേഡിനെ ഫേവർ ചെയ്യുന്ന ഫസ്റ്റ് കണ്ടീഷൻ പ്രഷറിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹൈ പ്രഷർ എന്ന് കിട്ടി. ഇനി ഇവിടെ മൈനസ് എക്സ് എന്ന് തന്നിരിക്കുന്ന സ്ഥിതിക്ക്, അതായത് ഡെൽറ്റ എച്ച് വാല്യൂ മൈനസ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും എക്സോതെർമിക് റിയാക്ഷന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടെമ്പറേച്ചർ ലോ ആക്കി കൊടുക്കുക. സോ ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ ഇസ് ദി ആൻസർ. അങ്ങനെ ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ദാറ്റ് ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. അപ്പൊ ലേഷാരൽ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റൻ ആയിരുന്നു അത്. നിങ്ങൾക്ക് ഒരുവിധം ഇതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റൻസ് ഒക്കെ ക്ലിയർ ആയി തോന്നുന്നു. ഒത്തിരി ക്വസ്റ്റൻസ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കുക. അപ്പൊ നമുക്ക് ഇനി ബയോളജിയിലെ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് നോക്കാം. അത് നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ കാണും. അപ്പൊ അതുകൂടി എല്ലാവരും കാണണം. അപ്പോൾ ഇതുവരെ കാണാത്തവര് ഇതിനകത്ത് ഉള്ള ഈ ചാനലിൽ കയറിയിട്ട് എല്ലാ വീഡിയോസും നീറ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും എല്ലാവരും കാണുക. 1-2 വീഡിയോ അല്ല, 10-15 വീഡിയോസ് ആയി. അപ്പൊ അതെല്ലാം കാണുക. ഇനി ഡേ 6 ആയതേ ഉള്ളൂ, നമുക്ക് 22 ദിവസം ഉണ്ട്. അപ്പൊ അതില് ഇനി ബാക്കി വീഡിയോസ് കൂടി ഇനി 16 വീഡിയോസ് കൂടി വരാനുണ്ട്, 16 ദിവസം കൂടി വരാനുണ്ട്. അപ്പൊ അതിനുള്ള എല്ലാ വീഡിയോസും കാണുക, ഫുള്ളും നിങ്ങൾ ഫോളോ ചെയ്യുക. ക്ലാസ്സസ് ഇഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് തരണം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അപ്പൊ നിങ്ങൾ നീറ്റ് എഴുതിയ ജയിക്കുന്നത് വരെയും കൂടെ കാണും. ഓക്കെ.